നമ്മളിപ്പോൾ ഇടുക്കിയിലുള്ള രാമക്കൽ മേട് എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ആമപ്പാറയിലോട്ട് പോകുന്ന ഓഫ് റോഡ് ട്രക്കിങ്ങിനുള്ള ജീപ്പ് നമ്മൾ റെൻ്റ് ചെയ്യുന്നത്. മിസ്റ്റർ സേതു ആണ് ഞങ്ങളുടെ ട്രക്കിംഗ് ഗൈഡ്. സേതുവിൻ്റെ കോണ്ടാക്റ്റ് ഇൻഫോ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആമപ്പാറയിലേക്കുള്ള യാത്ര തുടങ്ങാം. എങ്ങനെയുണ്ട് റൈഡ്? നല്ല കുലുക്കമുണ്ട്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. മെയിൻ റോഡിൽ നിന്നും ആമപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് വളരെ ഇടുങ്ങിയതാണ്. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള വഴിയേ ഉള്ളൂ. ഈ റോഡ് കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമാണ്. എനിക്ക് നിങ്ങളോടുള്ള അഡ്വൈസ്, ഓഫ് റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കഴിവതും ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്കും കിട്ടും. ഒരു രക്ഷയും ഇല്ലാത്ത കുടുക്കം. അത്യാവശ്യം നന്നായിട്ട് കുലുങ്ങുവേ. അത്യാവശ്യം കാര്യം കൊടുത്ത് ചേർത്തുമില്ല. നമ്മളിപ്പോൾ ആമപ്പാറയിലെത്തി. ആമപ്പാറ ടിക്കറ്റ് എടുക്കണം ഇവിടെ അല്ലേ? ഇവിടുന്ന് ആമപ്പാറ ഗുഹയിലോട്ട് കയറുവാനുള്ള ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എത്ര? 2 ഭീമൻ പാറകൾ പരസ്പരം ചാരി ഒരു ആമയെ പോലെ തന്നെ തോന്നിക്കുന്നു. ആമപ്പാറ ഗുഹയിലേക്ക് ആദ്യം നമ്മൾ നടന്നു കയറുന്നു. ഇത് തീരെ ഇടുങ്ങിയ വഴിയാണല്ലോ. ഞാനും കൂടെ വരാം. സൈഡിലോട്ട് ചെരിഞ്ഞു പോട്ടെ. സൈഡിലോട്ട് ചെരിഞ്ഞു പോട്ടെ. ഇത് നാച്ചുറലായിട്ടുള്ളതാണ്. ഇത് വെയിറ്റ് ചെയ്തതല്ല, ഇത് ഓൾറെഡി ഉള്ളതാണ്. ഗുഹയുടെ എൻട്രൻസ് വരുമ്പോൾ 2 പാറകളുടെ ഇടുക്കുകളാണ്. ഇവിടെ നമ്മൾ ചരിഞ്ഞ് ചരിഞ്ഞ് കയറുന്നു. ഇത് ഗുഹയ്ക്കകത്തോടെ വരുവാണ് നമ്മള്. ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. കുനിഞ്ഞു വരണം. അങ്ങനെ ഇരിക്കണം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പിടിക്കാം. ഫോൺ പിടിച്ചു ചോദിച്ചാൽ കേട്ടോ, എന്റെ പോക്കറ്റിലുണ്ട്. ധൈര്യമായിട്ട് പോരും. ഇങ്ങനെ നിരങ്ങി നിരങ്ങി നീങ്ങിയാൽ മതി. ഇറക്കുന്ന കാര്യം ഞാൻ കണ്ണട എന്ത് ചെയ്യും? ഞാൻ പിടിച്ചോളാം, പോക്കറ്റ് വെച്ചോളാം. കഴിഞ്ഞില്ലേ? ഇനി ഇരുന്ന് നിരങ്ങി ഇറങ്ങി പോകണം അല്ലേ?
അല്ല എനിക്ക് പറ്റും. ധൈര്യമായിട്ട് വാ. അയ്യോ എന്റെ ഷൂസ്. ഷൂസ് ഒന്നും പോകില്ല. കാല് പൊക്ക് പൊക്കി വെക്കിതുപോലെ. എന്നിട്ട് പയ്യെ നിരങ്ങി വാ. അങ്ങനെ ഇവിടെ നമ്മൾ ഇരുന്നതിന് ശേഷം കൈകൾ താഴെ കുത്തി നിരങ്ങി വേണം പോകാൻ. തന്നിടിക്കല്ലേ, പോകല്ലേ. അയ്യോ ഇങ്ങനത്തെ കുരുക്കാന്ന് പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് നീങ്ങി വാ. ഇങ്ങോട്ട് പതിയെ കുഞ്ഞു നീങ്ങി വാ. ഇത് താഴെ പോയാ ഒന്നും പോകില്ല. കല്ലാണേ. അയ്യോ നീങ്ങണില്ലല്ലോ. മേഡം പയ്യെ നീങ്ങിയാ മതി. കുണിയെ ഇനി മേഡം ആ കല്ലെല്ലോട്ട് ചവിട്ടിക്ക്. ഈ കല്ല ചവിട്ട്. എനിക്ക് എത്തണില്ല. എത്തും, ധൈര്യമായിട്ട് എത്തും. പതിയെ ഇങ്ങോട്ട് നീങ്ങി വാ. പതിയെ കുഞ്ഞു നീങ്ങ. കൈ പ്രസ് ചെയ്ത് നീങ്ങി. പേടിച്ചിട്ടാണ്. മേഡം ആ കൈ രണ്ടോ പാറ കുത്തിക്ക്. ഈ പാറ കൂടെ അല്ലല്ല, മേഡം ഇരിക്കുന്ന പാറ തന്നെ കുത്തിക്ക്. ചേട്ടാ കയ്യേൽ അങ്ങ് പൊങ്ങിട്ടിങ്ങ് നീങ്ങി. ഇങ്ങോട്ട് നീങ്ങി. അങ്ങനെ നീങ്ങി വാ. ചിരി പോകുന്നുണ്ട്. ഇനി ചവിട്ടിക്കാം മേഡം, ആ പാറ ചവിട്ടെ. ഇതേ കാലി ചവിട്ടാൻ പറ്റുമോ? ഇല്ല. ഇച്ചോട് നീങ്ങി വാ. ഇന്ന് പിടിച്ച സാറേ. ഈ കാലം ഇട്ടാ പോകൂല. ഒന്നും പോകില്ല. പിടിച്ചേ മേഡം, ഇറങ്ങിക്കോ. ആ കല്ലിലോട്ട് ഇറങ്ങിക്കോ. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. പിടിയല്ലേ പോകിയല്ല. പിടിക്കണ്ടേ? ഇല്ലില്ല, ഇറങ്ങിക്കേ. ഈ കാലം ചവിട്ടെ, ഈ കാലം കൂട്ടി ചവിട്ടെ. ഇറങ്ങണില്ലല്ലോ. ഇറങ്ങും. ഈ കാലം മൂവിയൊന്നും പറ്റില്ല. മേഡം ആ കാലം എടുക്കാത്തത് കൊണ്ടാ. നീങ്ങി വാ. ഇങ്ങോട്ട് നീങ്ങി വാ. എന്നിട്ട് ഇത് ഇറങ്ങിക്കോ മേഡം. അങ്ങോട്ട് നിന്നേ. ധൈര്യമായിട്ട് ഇതേ ചവിട്ടെ. കാലം എത്തണില്ല. അവസാനം നമ്മൾ കമിഴ്ന്ന് കിടന്ന് വലിഞ്ഞും ക്രോൾ ചെയ്തുമാണ് ഇറങ്ങി വരുന്നത്. ഈ ഗുഹയിൽ കൂടി അങ്ങനെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. ദിവസം തോറും ആയിരക്കണക്കിന് ആളുകൾ ഇതിലൂടെ കയറി ഇറങ്ങുന്നതിനാൽ തന്നെ ഒട്ടും പൊടിയും അഴുക്കും ഇല്ലായിരുന്നു. ഇതെങ്ങോട്ട് ഇറങ്ങും? ആമയുടെ ഷേപ്പില്ലേ, അവിടെ ഒരു വാല്, അത് കാലായിട്ട് പറയുന്നത് മേലത്തെ തല ഉള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു ആമയുടെ തോട് പോലൊരു ഷേപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തോടെ നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മൾ 5 യോഗ ചെയ്തിട്ടുണ്ടാവും. അതായത് ഒന്ന് സൈഡിലോട്ട്, ഒന്ന് നേരെ നടന്നു പോയി, അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലോട്ട് തിരിഞ്ഞ്, അത് കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് വന്നു, അത് നമ്മൾ കുനിഞ്ഞു വന്നു, ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങനെയാണ് നമ്മൾ കിടന്നാണ് വന്നത്. അപ്പോൾ 5 യോഗകൾ പറയാന്ന് പറയുന്നത്. നമ്മളിപ്പം ഈ ഗുഹയെ കൂടെ കയറി ഇറങ്ങി, അതൊക്കെ ഒരു നമുക്ക് പ്രത്യേക ഒരു എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ ആദ്യമായി. ഇനി നമുക്ക് അടുത്ത് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സ്ഥലം ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒരു സംശയമില്ല, ആമപ്പാറ തന്നെ.